കനത്ത മഴയിൽ കുന്നത്തൂരിൽ പരക്കെ നാശനഷ്ടം. പുന്നമൂടും പെരുവേലിക്കരയിലും 2 വീടുകൾ തകർന്നു. ഒരാഴ്ചയായി തിമിർത്തു പെയ്യുന്ന മഴയിൽ കുന്നത്തൂരിലും കുണ്ട്രയിലും പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. കാർഷിക വിളകൾ മിക്കതും വെള്ളത്തിനടിയിലാണ്. ശാസ്താംകോട്ട ചൊക്കം കുഴിയിൽ റെജിയുടെ വീടിന്റെ ഒരു ഭാഗം കനത്ത മഴയെ തുടർന്ന് പൂർണ്ണമായി തകർന്നു. ഇന്നലെ രാത്രിയിലെ മഴയിലാണ് കാലപ്പഴക്കമുള്ള വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായി തകർന്നത്. ഓടുപാകിയ മേൽക്കൂര തകർന്നു വീണു. വീട്ടുകാർ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇന്നലത്തെ അതികഠിനമായ മഴയിൽ ഞങ്ങളുടെ വീട് പൊളിഞ്ഞുപോയി. ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. പ്രായമുള്ള ഒരച്ഛനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും അന്തി ഉറങ്ങാൻ ഇടവില്ലാതെ തേടുകയാണ്. ചൊക്കം കുഴി ഭാഗത്തെ 15ഓളം വീടുകളിൽ വെള്ളം കയറി. മുട്ടപ്പം വെള്ളത്തിലൂടെ നടക്കേണ്ട ഗതികളിലാണ് നാട്ടുകാർ. പെരുവേലിക്കര മുള്ളൂർ ചന്ദനപിള്ളയുടെ വീട്ടിന് മുകളിൽ മരം കടപുഴകി വീണ് ഭാഗികമായി തകർന്നു. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ചീലാന്തി മരമാണ് കടപുഴകി വീടിന് മുകളിൽ വീണത്. സംഭവ സമയത്ത് വീട്ടിൽ ചന്ദനപിള്ളയുടെ ഭാര്യ രത്നമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിലും ഈ ചീലാന്തി വീഴുത്, പിന്നെ പെരയുടെ മുകളിൽ വീഴുകയും രാത്രി ഒരു 12 മണിക്ക് ശേഷം ശബ്ദങ്ങളിൽ ഉണരുകയും നോക്കിയപ്പോൾ ചീലാന്തി വീഴുത് മണ്ടയ്ക്ക് കിടക്കുന്നു. അപ്പോൾ ഇതിപ്പം കിടക്കാനോ ഇരിക്കാനോ ആക്കിയ സാഹചര്യത്തിലാണ് ഇത് മുമ്പോട്ട് നിൽക്കുന്നത്. നമ്മൾ വെച്ചാൽ ഇതിനകത്ത് ഇപ്പം വെള്ളം വീഴുകയാണ്, മൊത്തം വെള്ളം വീണ് നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രീതിയിലും നമുക്ക് കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ബോർഡും കൈക്കോലും പിന്നെ പട്ടികയിൽ ഓടെല്ലാം ഉടഞ്ഞ് തറയിൽ വീണ് കിടപ്പുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കണമെന്നാണ് ലഭിക്കുന്ന നമ്മളൊരു പ്രതീക്ഷയുണ്ട്. പോരുവഴി വെൺകുളം ഏലായിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഏക്കറുകളോളം വിസ്തീർണമുള്ള വെൺകുളം ഏല പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കുണ്ട്ര കൊറ്റങ്കര പഞ്ചായത്തിൽ പരക്കെ വീടുകളിൽ വെള്ളം കയറി. 110ഓളം കുടുംബങ്ങളെ വിവിധ സ്കൂളുകളിലായി മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്ത് വൻതോതിൽ കൃഷിനാശമുണ്ടായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സബീന, ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്.